السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. യഥാർത്ഥത്തിൽ റമദാൻ ഇന്നത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞതോടുകൂടി മാനസികമായി നമ്മളൊക്കെ റമദാനിന് ഒരു വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കളി ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഈ ഗ്രൗണ്ടിൽ കാണിയാളായിട്ട് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ആവേശകരമായിരുന്ന മത്സരമെങ്കിൽ ഇത് തീരാതിരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. കളിക്കാരും മോശം, കാണിയാളും മോശമാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതേസമയം അതിന്റെ പീക്ക് ടൈമുണ്ട് കളി തീരാൻ. ആവേശകരമായി പമ്പിച്ച സ്വഭാവത്തിൽ വലിയ ടൈറ്റുള്ള പോരാട്ടമൊക്കെ നടക്കുന്നതിന്റെ അവസാനത്തെ ടൈമിൽ കളി തീരാതിരിക്കാൻ നമ്മളിങ്ങനെ കാത്തിരിക്കും. കളി തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോ എതിർ ടീമിന് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവും. അതുവരെ പിടിച്ചു നിന്ന് നന്നായിട്ട് കളിച്ച് അവസാനം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയുള്ള വ്യഥയൊക്കെ ഉണ്ടാവും. എന്നതുപോലെ ഈ ഒരു 10-17 ദിവസം ഇൻഷാല്ലാഹ് മിക്കവാറും നാളെ രാത്രി കൂടി ഉണ്ടാവാൻ സാധ്യത ഉള്ളൂ. തിങ്കളാഴ്ച പെരുന്നാൾ വരും നമ്മളെ സംബന്ധിച്ച്, അതിനാണ് സാധ്യത. ഇനി അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ഏതാണെങ്കിലും പെരുന്നാൾ വരും. ഈ റമദാനിനെ മാനസികമായിട്ട് നല്ല ഒരു അവസ്ഥയിൽ സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു വിങ്ങലും ഒരു തിങ്ങലും ഒരു നെടുവീർപ്പും ഒരു മനസ്സിന്റെ ഉള്ളിലൊക്കെ ഒരു സങ്കടവും ഒക്കെ ഒന്ന് തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ ശരിക്കും നമ്മളുള്ളത്. പോവാണ് നമ്മളെ കഴിയുന്നത്. ഇതിനെ നമ്മൾ വിടാൻ കൊടുക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ നമ്മളാണ് പറഞ്ഞത് റമദാൻ ഇനി ആവർത്തിക്കപ്പെടാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവസാനത്തത് ആയേക്കാം. അങ്ങനെ ഉണ്ടല്ലോ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വെച്ചിട്ടുള്ള അവധി എപ്പോഴാണ് എന്ന് കൃത്യമായ ബോധ്യം ഇല്ലാത്തതുകൊണ്ട് അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കും ആണെങ്കിലും അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ പലരും കഴിഞ്ഞ 2-3 വർഷത്തിന്റെ ഉള്ളിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അയൽവക്കക്കാരിൽ നിന്നുമൊക്കെ പിരിഞ്ഞുപോയവരാരാണെന്നുള്ളതൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. അവർക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അല്ലാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, അതിന്റെയൊക്കെ അപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്, നമ്മുടെ മക്കളും ഇണകളൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മനസ്സിന് ഈ എന്താ പറയാ ഒരു അലിവും അയവൊക്കെ ഉണ്ടാവാനേ മഹാന്മാര് പറയുന്നുണ്ട്. അത് 2-3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഖബറ് സന്ദർശിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഖബറ് കാണാൻ പോവുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ, നിങ്ങളുടെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മകന്റെ ഖബറിന്റെ അടുത്ത് പോയി കുറച്ചേരം നിന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വാപ്പാന്റെ പ്രാർത്ഥന ഉണ്ട്. മറ്റേ എന്താണ് ഇമാം ഹസനുൽ ബസരി മറ്റേ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സാധനം. വാപ്പ വന്നിട്ട് നല്ല കടിച്ചാൽ പൊട്ടാത്ത പ്രായത്തിന് മകനാട് പോവാണ്, മകനാട് വിട പറഞ്ഞു പോവാണ്. കുറെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് വാപ്പാനെ, നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം എന്നാലും നമ്മളെ മക്കളിലും മകളിലും ഒക്കെയാണ് നമ്മളെ പ്രതീക്ഷകളൊക്കെ വെക്കുക. അവരെ നോക്കിയിട്ടാണ് നമ്മളെ ഭാവിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും നമ്മൾ കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്യും. ആ മകൻ പെട്ടെന്ന് ഒരു ദിവസം അവിടെ യാത്ര തിരിക്കുകയാണ്. പാപ്പാർക്ക് സഹിക്കാൻ കഴിയൂല. ഈ നമ്മൾ പറയണം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ പോവുക, അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കള് കണ്ണടച്ചിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാല് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാപ്പന്ന് ജീവിച്ചിരിക്കുകയാണ്. 90-92 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനോട് ചെന്ന് പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ നിര്യാതനായി, അള്ളാഹുവിലേക്ക് യാത്രയായി. വലിയ ദുരന്തം, മഹാദുരന്തം, നല്ലത് മഹാദുരന്തമാണ്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റണില്ല. അബൂബക്കർ വളരെ കുറഞ്ഞ സമയം അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നബിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക ചെയ്ത മക്കബദഹിന്റെ നാളിലാണ് അബൂബക്കർ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നീട് 6 മാസം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കണം. പിന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കള് നമ്മളെ നിർത്തിയിട്ട് യാത്ര പോകാന്നവരുണ്ട്. അതിങ്ങനെ നമ്മളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്ത മക്കളാണെങ്കിലോ. അപ്പൊ അങ്ങനെ ആ വാപ്പ ഖബറിന്റെ അടുത്ത് പോയിട്ടൊന്ന് പറയുന്നുണ്ട്, കുറച്ചോനെ നിന്റെ മകനാണ്, ഞാനിവനെ കൊണ്ട് പല ഉപകാരം എടുത്തിട്ടുണ്ട്, ഓനായിരുന്നു പലതും എന്റെ എല്ലാ കാര്യങ്ങളിലും, എന്നെ കുറെ വെള്ളവും കുടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അവനോട് പുറത്തിട്ടുണ്ട്. ഒരു വാപ്പ അവസാനം വാപ്പിയമ്മയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നെഞ്ചു പൊട്ടിയിട്ട് അവസാനം പറയും ഞാൻ അവന് പുറത്തു കൊടുത്തില്ല, അതുകൊണ്ട് ഇയ്യും പുറത്തു കൊടുക്കണം.
അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മളെ ഖബറിന്റെ അടുത്തൊക്കെ പോയി നിന്നാൽ ഈ വികാരങ്ങളൊക്കെ നമുക്ക് വരും, നമ്മളെ കുട്ടീന്റെ വാപ്പാന്റെ ഉമ്മാന്റെ. അതുകൊണ്ട് ഖബറ് സന്ദർശിക്കാൻ നന്നായിട്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇസ്ലാമിൽ. പഠിപ്പിക്കപ്പെടുക മാത്രമല്ല, പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവും തഹിയ്യാത്തിലെ ആണുങ്ങൾ എപ്പോഴും പറയണതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി. ആദ്യം തന്നെ പറയണതാണ് പുറത്തു തരാനും രക്ഷ തേടാനൊക്കെ അപേക്ഷിച്ചിട്ട് പിന്നെ നമ്മൾ പറയണത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. ഒന്നാമത്തെ വാതിൽ അതാണ്. അവിടെ പവളായാൽ, അവിടെ തെന്നിപ്പോയാൽ, അവിടെ വീണുപോയാൽ കഴിഞ്ഞു പരിപാടി. അതോടുകൂടി പിന്നെ ബർസഖും മഹ്ശറും ഒക്കെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഖബറിലേക്കുള്ള പ്രവേശനം നന്നാകാൻ വേണ്ടിയിട്ട് പറയണമെന്നാണ് അവിടെ പോയിരുന്നിട്ട്. അതുകൊണ്ട് അദ്ദേഹം പറയേണ്ടത് നിങ്ങൾ ഖബറ് ഇടക്കിടക്ക് സന്ദർശിക്കാൻ പോലും നിങ്ങളുടെ മനസ്സിന് അലിവും അയവും വിഷമമൊക്കെ ഉണ്ടാകും. അതേപോലെ മയ്യത്ത് കുളിപ്പിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ മയ്യത്ത് കുളിപ്പിക്കും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിങ്ങൾക്കാണ്ട് ഓർമ്മ വരും നിങ്ങളെപ്പോലത്തെ ഒരു തടിയണേക്ക് കിടക്കണം അനങ്ങാതെ. ഇന്നലെ വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആ മയ്യത്ത് നിശ്ചലനായി നിസ്സാഹനായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോധ്യതകൾ വരും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിക്കേറ്റ് വീടിനുണ്ട്. അദ്ദേഹത്തിന് കുത്തി ശത്രുക്കൾ വന്നിട്ടുണ്ട്. അദ്ദേഹം 2-3 ദിവസം കിടക്കുന്നുണ്ട്. അദ്ദേഹം സഹപ്രവർത്തകരും ആളുകളെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്നലെ വരെ ഞാൻ നിങ്ങൾക്ക് എല്ലാം ആയിരുന്നു, ഇന്ന് ഞാൻ വീണ് കിടക്കുകയാണ്, ഇനി എഴുന്നേൽക്കാൻ സാധ്യത വളരെ കുറവാണ്, ഞാൻ പോവാണ്, നിങ്ങൾക്ക് ഞാൻ വലിയൊരു പരീക്ഷണമാണ്, നിങ്ങൾക്ക് ഇന്നെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ആ ഒരു ഘട്ടത്തിൽ വീണുപോയാൽ അതോടുകൂടി കാര്യങ്ങളൊക്കെ തരും. അപ്പൊ അങ്ങനെ സജീവരായിരുന്ന ആളുകൾ മരണത്തിന് കീഴൊതുങ്ങി രോഗത്തിനടിമപ്പെട്ടുമൊക്കെ നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കണം എന്ന് നമ്മളോട് പറയുന്നുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകണം. ഇടയ്ക്ക് സങ്കടപ്പെട്ടിരിക്കണം. നിങ്ങൾ ഖേദിക്കുന്ന മനസ്സിനും സങ്കടപ്പെടുന്ന മനസ്സിനുമൊക്കെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. അഹങ്കാരവും തിമർപ്പും ഉളപ്പും കുട്ടിച്ചിരികളും ആഘോഷങ്ങളും തീരെ വേണ്ടാമെന്നൊന്നുമില്ല. പക്ഷെ അതിരുവിട്ട അളവുകളില്ലാത്ത ഒരു അടിസ്ഥാനങ്ങളും ഇല്ലാത്ത വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അടിച്ചു പൊളിച്ച് അതിന് പകരം തഹക്കൂൻ നിങ്ങൾ ചിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് ചിരിയാണല്ലോ അന്തും സ്വാമിതവും, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ഇരുന്നുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ പാകപ്പെടുത്തി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാൻ, വിനീതമായിട്ട് യാത്ര തിരിക്കാനുള്ള വേവുകളും വേവതകളും ഒക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഈ സമയം തീരും. ഇങ്ങനെ ഒരു സമയം നമ്മളിങ്ങനെ ഇരിക്കും. റമദാനല്ലാതെ ഇങ്ങനെ കുറച്ചേരൊക്കെ ഇരുന്ന് നമ്മളെ മനസ്സുകൊണ്ട് ആലോചിച്ച് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെലവഴിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് മുതൽ നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും വേറെ രീതിയിലേക്ക് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇനിയിപ്പോ 1-2 ദിവസങ്ങൾ കൂടിയുണ്ട്, പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക, നമ്മുടെ സുഹൃത്തുക്കൾ ചിലർ സൂചിപ്പിച്ചിരുന്നു, കുടുംബ ബന്ധങ്ങൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പാപ്പാനെയും ഉമ്മാനെയും ഒക്കെ ഇട്ടിട്ട് അടങ്ങാറാക്കണ മക്കൾ, പാപ്പാനെയും ഉമ്മാനെ പലതരത്തിലും പാപ്പാനെയും ഉമ്മാനെയും ഒക്കെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് എന്ന് പലയിടത്തും. അവർക്ക് കണ്ണീരും സങ്കടങ്ങളും അതുപോലെ തന്നെ വലിയ ഭയങ്ങളും ഒക്കെ നിറച്ചു കൊടുക്കണം. സ്വത്ത് ഊരിവെക്കാത്ത കുടുംബങ്ങളുണ്ട്. അതിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞും ഇടപിരിഞ്ഞു നമ്മുടെ മഹലിൽ നടക്കേണ്ടതെന്നാണ് ഇപ്പൊ പലരും പറയുന്നത്. പല രീതിയിലുള്ള കേസുകൾ, അതുപോലെ തന്നെ വിവാഹമോചന കേസുകൾ, ഈ 3 തരം കേസുകൾ ഒരളവുമില്ലാതെ ഒരടിസ്ഥാനങ്ങളും ഇല്ലാതെ ദീർഘിപ്പിച്ചും യഥാർത്ഥത്തിൽ അതൊന്നും ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല. അവനാന്റെ വാപ്പാനും ഉമ്മാനും ഒക്കെ ഒന്നുപോലെ സംരക്ഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് അവരോട്, അതും ഈ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല കാലത്ത് വാപ്പാക്കും വാക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവസാന സമയത്ത് നിങ്ങൾക്ക് ബോധമുള്ള സമയത്ത് നിങ്ങളെങ്കിലും ആലോചിക്കുക, എന്റെ വാപ്പാക്കും വാക്ക് ഞാനൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, എന്റെ വാപ്പാനോടും ഉമ്മാനോടും പല ബാധ്യതകളും എനിക്കുണ്ടായിരുന്നു, ആ ഓർമ്മകൾ മനസ്സിൽ വന്ന് ഹദീസിലൊക്കെ പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ വാപ്പാന്റെ ഉമ്മാനെയും ഖബറിന്റെ അടുത്ത് പോയാൽ തന്നെ അള്ളാഹു കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആശ്വാസങ്ങൾ തരും. നിങ്ങൾ വാപ്പാനോടും ഉമ്മാനോടുള്ള ഇടപാടുകൾ പുലർത്തിയെടുത്തും അവരെ പരിപാലിക്കുന്നിടത്തും അവരോട് പെരുമാറുന്നിടത്തും ഒക്കെ നിങ്ങൾക്ക് ദൂഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരന്തരമായി ആലോചിച്ചുകൊണ്ട് നമ്മളെ വാപ്പാനെയും ഉമ്മാനെ ആലോചിച്ച് നമുക്ക് കിട്ടുമല്ലോ. ആ വാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇട്ടിട്ട് വെള്ളം കുടിപ്പിക്കുക, കട്ടില് തട്ടുന്ന മാതിരി തട്ടൊക്കെ ചെയ്യുന്നുണ്ട് മക്കള്. ഇവിടുന്ന് അങ്ങോട്ടടിക്കുക, അവിടുന്ന് ഇങ്ങോട്ടടിക്കുക, എന്നിട്ട് ഇങ്ങനെ വാണം പാർന്ന മാതിരി എവിടെയാണ് നിൽക്കേണ്ടത് അവസാനം ഗ്യാലറിക്ക് അടിച്ചു കൊടുക്കും ചെറുവര്. മക്കള് ഒരൊറ്റടിയാണ് ഗ്യാലറിക്ക് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് പെങ്ങന്മാർക്കും ആങ്ങളാർക്കും ഒന്നും നോക്കാനൊന്നും സമയമല്ല. ഇവരുടെ സ്വത്തും സാധനങ്ങളൊക്കെ കവി പറഞ്ഞ പോലെ സ്വത്തൊക്കെ ഒരു വെച്ച് എല്ലാവരും കണ്ടമാക്കി വെച്ച് കൈകാര്യമൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങണം. ഞാൻ പറയുന്ന വാപ്പാനെയും ഉമ്മാനെയും ഏറ്റവും മാന്യമായിട്ട് നമ്മുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഉപ്പയോടും ഉമ്മയോടും മരണപ്പെട്ടവരോടും
മരണപ്പെട്ടവര് നമ്മളെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കടന്നു പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഓർമ്മയിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിരന്തരമായി അവർ ഓർത്തുകൊണ്ടിരിക്കുകയും ഇന്നക്കും എന്താണ് അള്ളാഹ് പറയുന്നത്, ഇന്നക്കും അയലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളെ മനസ്സിലെന്താന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് അള്ളാഹ് ശരിക്കാറില്ല. നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടൊക്കെ പെരുമാറെടുത്ത് അത് നിങ്ങൾ അകമടിഞ്ഞു. ഇന്നക്കും തഖൂനു സ്വാലിഹീൻ, ഇനി നിങ്ങൾ കാര്യങ്ങൾ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾക്ക് മാതാപിതാക്കളോടൊക്കെ അക്രമം ചെയ്ത് അനീതി കാണിച്ച് അവരെ പരവശരാക്കി അവരെ തടങ്ങാറാക്കി വെള്ളം കുടിപ്പിച്ചവർക്കൊക്കെ നിങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരികയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. മരിച്ചുപോയ മാതാപിതാക്കളോടും വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളോടൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹം കൊണ്ട് നമ്മൾ വലയം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തത് കുടുംബാംഗങ്ങളാണ്. ഇങ്ങനത്തെ ഒരു വേദിയിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കാൻ നമ്മൾക്ക് ആങ്ങളാരും പങ്ങളന്മാരും ഒക്കെ തെറ്റിയിട്ട് റമദാൻ കൊണ്ടൊക്കെ എന്ത് കാര്യമായിട്ട് എനിക്കറിയില്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാവുന്ന പറയുന്ന അർത്ഥം പിന്നെ നന്നാവേണ്ടത് കുടുംബ ബന്ധങ്ങളാണ്. നമ്മുടെ വീട്ടിലെ കുടുംബം, നമ്മുടെ രക്തബന്ധുക്കളെയാണ് നന്നാക്കേണ്ടത്. പാപ്പാനോടും ഉമ്മാനോടുള്ള ബന്ധം കഴിഞ്ഞ ജ്യേഷ്ഠാനിയന്മാര് അത് ഒളിഞ്ഞു കിടക്കുകയാണെങ്കിൽ പിന്നെ എന്ത് കളിച്ചിട്ടും കാര്യം ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആ നീതി വളരെ സത്യസന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രക്തബന്ധുക്കൾ ജ്യേഷ്ഠാനിയന്മാർ അവരെയൊക്കെ വിളിച്ചു ചേർത്ത് എവിടെയെങ്കിലും ഇണങ്കലും പണങ്കലും കോർക്കലും ഒക്കെ കിടക്കണമെങ്കിൽ ഈ റമദാനിന്റെ സമയത്തിലെങ്കിലും എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കണം. നമ്മുടെ ജ്യേഷ്ഠനാണ്, അനിയനാണ്, പങ്ങളാണ്, പേരക്കുട്ടികളാണ്. അങ്ങനെ പുറത്തും വിട്ടുവീഴ്ച ചെയ്തും പരസ്പരം വിശാലത കാണിച്ചും അതായിട്ട് ബന്ധപ്പെട്ട് കുറെ ഹദീസുകളും സംഗതികളും ഒക്കെ ഉണ്ട്. ജന്നത്ത ആത്തിയുർ റഹ്മൻ, നിങ്ങൾ കുടുംബം മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല. കുടുംബബന്ധം ആരാണ് മുറിച്ചിരിക്കുന്നത് ഒരു സ്വർഗത്തിൽ പോവില്ല എന്ന് റസൂലുള്ളാഹി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവിനോടുള്ള കരാറുകൾ ലംഘിക്കുകയും അള്ളാഹു ചേർത്ത് വെച്ച ബന്ധങ്ങളെയൊക്കെ കഷ്ണിച്ച് മുറിച്ച് ഒന്നുമല്ലാതാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും, നിങ്ങൾ തോറ്റുപോകുന്ന ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാട്ടിക്കൂട്ട് നടത്തിയിട്ടൊന്നും കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ജ്യേഷ്ഠാനിയന്മാര്, നമ്മുടെ ബന്ധുക്കള്, പെങ്ങന്മാര്, കുട്ടികള് അവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ വളരെ നന്നാക്കി നിലനിർത്തണം. മറ്റേലേക്ക് നമ്മൾ പോണില്ല. വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പൊടിയാണ്, പുളിയാണ്, അലിയാണ്, ഐസ് അലിയണ പോലെയാണ് 2-3 കൊല്ലം കൊണ്ടൊക്കെ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് തരികിടയായി ഒന്നുമല്ലാതെ അവസാനം ഈ മീസാക്കുന്ന വലിയതാണ് ഖുർആൻ പറഞ്ഞ പ്രവാചകന്മാരോടുള്ള കരാറ് പോലെയാണ് വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞ കരാറിനെ വളരെ നിസ്സാരമായി ചവിട്ടി മതിച്ച് ഒന്നുമല്ലാതാക്കി കുടുംബങ്ങൾ വളരെ പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് തലതെല്ലി പിരിയുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അതിന് വേറെ കുറെ സാമൂഹിക കാരണങ്ങളൊക്കെ ഉണ്ട്. അവരനുഭവിച്ച സ്വാതന്ത്ര്യം, നമ്മളവരെ പഠിപ്പിച്ച രീതികൾ, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷണങ്ങൾ, ഇങ്ങനെയൊക്കെയായിട്ട് പല രീതിയിലും അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഈ 3 വിഷയവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ഉമ്മാരാണ്, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാരാണ്, നമ്മുടെ മക്കളാണ്. ഇവരൊക്കെ ആയിട്ടാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. നമുക്ക് മാത്രം പോയാൽ പോരല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ കൈ പിടിച്ച് പോകണ്ടാൽ മതി. നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെയൊക്കെ കൈ പിടിച്ച് പോകണല്ലോ. നമ്മുടെ ഇണകളൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണല്ലോ. നമ്മളും പോകണല്ലോ. ഓംഫുസക്കും വാഹലിയും നാറാണ്. നിങ്ങളെയും സൂക്ഷിക്കുക, നിങ്ങളുടെ കുട്ടികളെയും മക്കളെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും മക്കളെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശരിപ്പെടുത്തുന്നതിൽ വളരെ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. ഒരു വിശ്വാസിയായിട്ട് തന്നെ, ഒരു വിശ്വാസിയുമായിട്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കാൻ പാടില്ല. എളുപ്പം പോയിട്ട് അസ്സലാം വലൈക്കും, അതിൽ ഈഗോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ഓനായി ഭാഗ്യവാദിയല്ല, നിങ്ങളെ അള്ളാഹ് ശിക്ഷിക്കൂല. അത് കാരണം ഓനെ പരിഗണിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ ഒരു കാര്യം ഓനാണ്ട് വന്നു, ഓനെന്നോട് പറഞ്ഞ പോലെ ഞാൻ ഓക്കാണ്ട് വന്നുകൂടെ, മൂപ്പർക്ക് എന്താണ്ട് ചെയ്താൽ ഞാൻ എന്തിനാദ്യം അങ്ങോട്ട് പോകേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ ആലോചിച്ചിറങ്ങാറേണ്ട കാര്യമില്ല. കാരണം അള്ളാഹ് മുമ്പിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ സംഗതികളൊക്കെ ലളിതമായിട്ട് മനോഹരമായിട്ട് പരിഹരിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ കൂടിയുള്ള അവസരങ്ങളാണ് ഈ റമദാനും. അപ്പൊ റമദാനം കഴിഞ്ഞ ഉടങ്ങിയൊക്കെ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളൊക്കെ കെട്ടിക്കിടക്കണുണ്ടെങ്കിൽ, കെട്ടിക്കുടുങ്ങി കിടക്കണുണ്ടെങ്കിൽ ഉരുക്കഴിച്ച് ആ കെട്ടൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് നമുക്ക് അള്ളാഹുവിലേക്ക് മനോഹരമായിട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ പാപ്പ, ഉമ്മ, കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ മക്കളൊക്കെ ഇണകളായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള നമ്മുടെ മക്കളുടെ വിവാഹ ബന്ധങ്ങൾ, ഇതിനൊക്കെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് ശരിപ്പെടുത്തി മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. അള്ളാഹു അതിനൊക്കെയും നമ്മയൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളോട് അള്ളാഹുവേ നീ കരുണ കാണിക്കണേ റഹ്മാനെ, അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സങ്കീർണമായ രോഗങ്ങൾ, വലിയ പ്രയാസമുള്ള രോഗങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ നാഥ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ ദൂരീകരിച്ചു പെരുമാറാകണം തമ്പുരാനെ. അങ്ങ് ഗസ്സയിൽ ഇപ്പോഴും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന
ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അകമഴിഞ്ഞ് നീ സഹായിക്കണേ തമ്പുരാനെ. പരിണതിയെക്കുറിച്ച് ഒരു ചിത്രം ഞങ്ങളുടെ മുമ്പിലില്ല, നിനക്ക് മാത്രമാണ് അറിയുക. പർവ്വതങ്ങളെ പോലും നീക്കിക്കളയുന്ന കുതന്ത്രങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തുടനീളം അതിമാരകമായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെതിരെ പ്രവർത്തിക്കുന്ന ദുശക്തികൾ പലതും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് തന്നെയാണ് ഗസയും പ്രൊമോട്ട് ചെയ്യണതും ഒക്കെ. അല്ലാഹുവേ, ഗസയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്താണോ അവർക്ക് വേണ്ടത് അതൊക്കെ നൽകി നീ അവരെ സഹായിക്കണേ നാഥ. നിനക്ക് ഒരു കുട്ടി വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയണ ചിത്രങ്ങൾക്ക് കാണാം. അൽ ജസീറന്റെ പത്രപ്രവർത്തകനാണ് മുഹമ്മദ് അൽ ഹുൽ എന്ന് പറഞ്ഞത്. മിസൈൽ ആക്രമണത്തിൽ മരിച്ചതാണ്. ഒരു വാപ്പ വേറെ റിപ്പോർട്ടറുണ്ട്, വാപ്പ മരിച്ച് മകൻ മരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ ന്യൂസും കവർ ചെയ്തിരുന്ന ആളാണ്. എന്റെ മോനെ ഇതൊന്ന് എണീക്ക്, ഇതൊന്നും കൂടി ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക. ഈ ഇസ്രായേലിന്റെ ഈ സിയോണിസ്റ്റുകളുടെ നിറയേടുകളിൽ ഈ ലോകത്തിന് മുരൊന്ന് കാണിച്ചു കൊടുക്കുക. എന്താണ് എണീക്കാത്തതെന്ന് ചോദിച്ചിട്ട് നമുക്കിപ്പോ ഇതൊന്നും ആലോചിക്കാൻ പറ്റില്ല. 15,000-ഓളം കുട്ടികളുണ്ട്. ആർക്കും എമ്മിയൊന്നും സംരക്ഷിക്കാനുണ്ട്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ നാളെ പെരുന്നാൾ, നമ്മുടെ കുട്ടികളൊക്കെ എടുത്ത് പെരുന്നാളും ഉടുപ്പും അവരെ ആഘോഷിപ്പിക്കാനൊക്കെ തീരുമാനിച്ചു നിൽക്കുകയാണ്. 10,000-15,000 കുട്ടികൾ ആപ്പിയമ്മി നഷ്ടപ്പെട്ടത്. ആപ്പിയമ്മി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ തലോടലിനും തണലിനും സുരക്ഷിതത്വത്തിനും മാറോട് ചേർത്ത് പിടിക്കാനും ആഘോഷങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് പാപ്പ ഉമ്മ രക്തബന്ധുക്കൾ വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. ഈ പെരുന്നാളിന് നമ്മുടെ മകളില്ലെങ്കിൽ വാപ്പല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ സഹിക്കാൻ പറ്റൂല. നമുക്ക് എങ്ങനെയെങ്കിലും വിളിച്ച് നമ്മൾ കൊണ്ടുവരും. ഈ 10,000 കുട്ടികളുണ്ട് ഗസയിൽ, നമ്മളെ ആലോചിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പറയേണ്ടതെങ്കിലും നന്നായിട്ട് ചെയ്യേണ്ടവരാണ് നിങ്ങളോട്. അല്ലാഹുവേ, കുട്ടികളെയും അവരെ സംരക്ഷിക്കുന്നവരെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരെ നശിപ്പിക്കുന്നതിന് ഇറങ്ങിപ്പുറപ്പെട്ട ശക്തികൾ അമേരിക്കയിൽ ഇസ്രായേലുണ്ട്. കപടന്മാരായ ധാരാളം സംവിധാനങ്ങളുണ്ട്. അവരുടെ കുതന്ത്രങ്ങളെയും അവരുടെ കുൽസിത പ്രവർത്തനങ്ങളെയും അവരുടെ എല്ലാ നിലപാടുകളെയും അല്ലാഹുവേ നീ ശിഥിലമാക്കണേ തമ്പുരാനെ, തകർക്കണേ തമ്പുരാനെ. ഖുദ്സ് വിമോചിപ്പിക്കപ്പെടുകയും വിശ്വാസികളുടെ കൈകളിൽ അത് നിലനിൽക്കുകയൊക്കെ ചെയ്യുന്ന വലിയ അഭിമാനകരമായ നിമിഷങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളാകാൻ ഞങ്ങൾക്കും ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെയും നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم نشهد ان لا اله الا الله ونستغفر الله ونسالك الجنه ونعوذ بك من النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. وصلى الله على محمد صلى الله عليه وسلم.